തൃശൂർ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലുണ്ടായ ഭക്ഷ്യവിഷബാധയെ ലഘൂകരിച്ച സ്കൂൾ അധികൃതർ. സ്കൂളിലെ 59 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ സർവകക്ഷി യോഗം ചേർന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പകരം PTA രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് BJP ആരോപിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 59 വിദ്യാർത്ഥികളാണ് ഛർദിയും വയറിളക്കവും മൂലം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ചില കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സ്കൂളിൽ നിന്ന് വ്യാഴാഴ്ച കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ ഇത്രയും ഗുരുതര വിഷയമുണ്ടായിട്ടും സർവകക്ഷി യോഗം വിളിക്കുന്നതിന് പകരം CPM, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുന്ന യോഗമാണ് അധികൃതർ നടത്തിയതെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്? അതിന് എന്തൊക്കെ നടപടികളാണ് ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സ്വീകരിക്കുന്നത് എന്നറിയാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ആ അവകാശം പോലും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രഹസ്യമായിട്ട് അവർ ഒരു ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്കൂളിലേക്ക് പോയത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തേണ്ടതാണ്. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. രോഗബാധ ഉണ്ടായ കുട്ടികൾക്ക് സർക്കാർ ചികിത്സാ സൗകര്യം ഒരുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാവിലെയുമാണ് കുട്ടികൾക്ക് ഛർദി തുടങ്ങിയത്. പിന്നീട് വയറുവേദനയും തലകറക്കവും വയറിളക്കവും ഉണ്ടായി. ശനിയാഴ്ചയും ഞായറാഴ്ചയും എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും പരിസരത്തെ ക്ലിനിക്കുകളിലും ഒരേ സ്കൂളിലെ 10-ലധികം കുട്ടികൾ എത്തിയതോടെയാണ് പ്രശ്നം പുറത്തറിയുന്നത്. ഇതേ തുടർന്ന് അധികൃതരും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തി. കേച്ചേരി, കുന്നംകുളം മെഡിക്കൽ കോളേജ്, പൊന്നാനി, പന്നിത്തടം എന്നിവിടങ്ങളിൽ ആശുപത്രികളിലാണ് കുട്ടികൾ ചികിത്സയിലുള്ളത്. അതേസമയം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ലെന്ന ആരോപണവും ശക്തമാവുകയാണ്. ജനം, തൃശൂർ.